ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് ഒരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ റെസിപ്പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ലിസ്റ്റായിട്ട് ഇതാ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓരോന്നും ടിക്ക് മാർക്ക് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ ഇതിൽ 2 റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ഫ്രൂട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമാണ്. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് നല്ലൊരു ബിരിയാണി പോട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോൺ സ്റ്റിക്ക് വാങ്ങിക്കാനോട്ട് ഇൻട്രസ്റ്റും ഇല്ല. സ്റ്റീല് ഞാൻ പലപ്പോഴും പോയി നോക്കുമ്പോൾ അവിടെ വലുതുണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ സ്റ്റീലിൻ്റെ വലിയൊരു പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഗസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഹസ്കർക്കാൻ്റെ കോളേജിലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിനെയാണ് കേട്ടോ നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് വിളിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയമാണ് ഇപ്പോൾ അതിനായിട്ടുള്ളത്. ഒരു പാർട്ടി നടക്കുന്നുണ്ട്, വൈകുന്നേരമാണ് കേട്ടോ പാർട്ടി. അപ്പോൾ ഹസ്കർക്കാൻ്റെ കോളേജിലെ കുറച്ച് സ്റ്റാഫാണ്, ഏകദേശം 15 പേരോളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ കുറേ ദിവസമായി നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് നടന്നത്. എന്തായാലും ഇന്ന് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. രാവിലെ മുതൽ തുടങ്ങിയതാണ്, നല്ല മഴയുണ്ട്. എന്തായാലും നമുക്ക് വേഗത്തിൽ തന്നെ പാർട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിനിടയിൽ ഇനി കറണ്ടൊക്കെ പോയി പണി വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ വേഗത്തിലെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പോൾ ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് കുറച്ച് ഉണങ്ങലരി വേവിച്ചെടുത്തതാണ് കേട്ടോ, നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പം ചൂടുള്ള പായസമാവ ഒരു ഐറ്റം എന്ന് വിചാരിച്ചു. പിന്നെ പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പായസത്തിനുള്ള ശർക്കരയൊക്കെ ഈ ഉണങ്ങലരി വേവിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ജീരകപ്പൊടി, ഏലക്കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ശർക്കര പാനിയിൽ കേട്ടോ. ഇനി നമുക്കിതാ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്. അപ്പം അസ്കർക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അസ്കർക്ക് അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പായസത്തിലേക്ക് തേങ്ങാപ്പാൽ വേണം. അതുപോലെ തന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് 1 പോട്ട് ചിക്കൻ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കും തേങ്ങാപ്പാൽ വേണം. അപ്പോൾ കുറച്ചധികം തന്നെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ചൂഴ്ന്നെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അരച്ചിട്ട് തേങ്ങാപ്പാലെടുക്കുകയാണ്. പിന്നെ നമ്മളൊന്ന് സിംഗപ്പൂർ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നൂഡിലൊന്ന് വേവിച്ചെടുത്തതാണ്. കുറേ പേര് ഞാൻ ഈ ഒരു തുണിയിൽ തേങ്ങാപ്പാൽ എടുക്കുന്ന കണ്ടിട്ട് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചോദിക്കലുണ്ട്. പക്ഷേ അത് നല്ല സുഖമാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ജോർജറ്റിൻ്റെ ഇതുപോലത്തെ ക്ലോത്ത് തന്നെ വേണം, ഇല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിൽ വേഗത്തിൽ അത് കീറിപ്പോരും. സിംഗപ്പൂർ റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ഇതാ ഉപ്പ ഇവിടെ കട്ട് ചെയ്തിരുന്നുണ്ട്. എല്ലാവരും കട്ടിങ്ങിൽ തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഷേഴ്സിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇതാ പായസമൊക്കെ റെഡി ആവുന്നുണ്ട്. ഓരോന്നിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ അത്. പിന്നെ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഷേസിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഇവിടെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പരക്കണതൊക്കെ കഴുകി വെക്കുകയാണ്. ഇനി പുഡിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലിറ്റർ എന്നൊക്കെ പറയുന്നത് കുറച്ചധികം പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുമ്പോഴൊന്നും ഇത്രയും വേണ്ടി വരില്ല കേട്ടോ. ഞാൻ ആ പാലവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു പോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു പോട്ടിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലോർ തണുത്ത പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കോൺഫ്ലോർ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ നമ്മളുടെ പാകത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതാ നമ്മളുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനും. അതിനുശേഷം ഇതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെയും ഒക്കെ ഞാൻ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഈ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറുകിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതും തണുക്കണം. അപ്പം എല്ലാം തണുത്തതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അടുത്തത് പോത്തിൻ്റെ വാരിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. റിബ് ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ച് കറിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഇതിൽ ആപ്പിൾ ഉണ്ട്, നേന്ത്രപ്പഴം, മാങ്ങ, പിന്നെ പച്ചയും ചുവപ്പും മുന്തിരി ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇതാ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഷേസിങ് കൂടെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസിലുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പുഡിങ് ഇവിടെ റെഡിയായി. ഇനി ഇത് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ ഒരു ട്രേയിലും കൂടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓരോ കപ്പിൽ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ പുഡിങ് റെഡി ആയപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇനി സൂപ്പ് ഉണ്ടാക്കാനുണ്ട്, അതുപോലെ സാലഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ സിംഗപ്പൂർ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ സോസൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഈദ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ലൊരു നമുക്ക് പാർട്ടിയിലേക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷും കൂടെയാണ്. അപ്പോൾ ഇത് ഞാൻ ലെബനീസ് സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. ലെബനീസ് സാലഡിൻ്റെയൊക്കെ സെപ്പറേറ്റ് റെസിപ്പി മാത്രമുള്ള വീഡിയോ തന്നെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെബനീസ് സാലഡിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, അതിൽ കൊടുക്കുന്നുണ്ട്. ലെബനീസ് സാലഡും ഇതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാലഡാണ് കേട്ടോ. ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡാണ്. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് കമൻസിലൂടെയൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ലെബനീസ് സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാള ചേർത്ത് കൊടുത്തു. അതിനിടയിൽ നമ്മളിവിടെ 1 പോട്ട് ചിക്കൻ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കുക.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അല്ലാത്ത ഗ്രീൻ പീസ് വേവിച്ചിട്ടും ചേർക്കാം. പിന്നെ ഷ്രെഡഡ് ചിക്കൻ, കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കനാണത്. അപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ എടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് പൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ നമുക്കിതുപോലെ സ്റ്റോക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രോസൺ കോണും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. സൂപ്പ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റായിട്ട് ഇതുപോലെ ഒരു മുട്ട ഉടച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സൂപ്പ് റെഡി. ഇനി നെക്സ്റ്റ് വാരിയല് കറിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പൊറാട്ടയും ചപ്പാത്തിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ റൈസിലേക്കുള്ള നൂഡിലും റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ റെഡിയാക്കുന്നത്. കാരണം ഒന്ന് കഴിയുന്നതിൻ്റെ മുന്നേ അടുത്തതും തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റെസിപ്പിയൊന്നും നമുക്കിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതിനിടയിൽ 1 പോട്ട് ചിക്കൻ റൈസിന് വേണ്ടിയിട്ടുള്ള റൈസൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർ കോളേജ് കഴിഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സൂപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 പോട്ട് ചിക്കൻ റൈസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് അവർ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ സിംഗപ്പൂർ റൈസ് നമുക്ക് ആ ഒരു സമയത്തേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് സിംഗപ്പൂർ റൈസും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വാരിയലിൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡി ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാരിയലിൻ്റെ കറി റെഡിയായി, എല്ലാ കാര്യങ്ങളും റെഡിയായി. നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബൊഫേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പം ഒരുമിച്ച് ഇരുത്താനൊക്കെ സൗകര്യമാണല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ ഇങ്ങനെ 2 ടേബിൾ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഫുഡൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഓരോ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഭാസ്കർഖാനടുത്ത് ഇവരൊക്കെ പറയലുണ്ട്, വീഡിയോയിൽ മാത്രം കാണിച്ചാൽ മതിയോ, നമുക്ക് എന്നാ വിളിച്ചിട്ട് തരിക എന്നൊക്കെയുള്ളതൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇവരെ ഒരു ദിവസം വിളിക്കണം എന്ന് കുറേ ദിവസമായി നമ്മൾ ഒരുങ്ങി നിൽക്കണം. അപ്പം ഇപ്പോൾ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സമയമായപ്പോൾ വിളിച്ചതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മധുരവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പുഡിങ്ങും പായസമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇഷ്ടമായി എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമാണല്ലോ നമുക്ക് കേൾക്കുമ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം സംസാരിച്ചൊക്കെ ചെയ്ത് അവരങ്ങനെ ഇറങ്ങി കേട്ടോ.
അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോളേജിൽ നിന്ന് അവരൊക്കെ കുറച്ച് നേരത്തെ വന്നു കേട്ടോ. കോളേജിൽ നിന്ന് അവർ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗത്തിൽ വന്നിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചും പോകണമല്ലോ. അപ്പോൾ അവർ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.